കൂത്താണ്ടവരുടെ മണവാട്ടികൾ കഥ തുടരുകയാണ്. നാഗകന്യക ഉലൂപിയിൽ പാണ്ഡവവീരൻ അർജുനനുണ്ടായ വീരപുത്രൻ ഇരാവാൻ പാണ്ഡവരുടെ യാഗം നടക്കുന്ന പടകുടീരത്തിലെത്തി ഏവരെയും അഭിവാദ്യം ചെയ്ത് കൃഷ്ണഭഗവാന്റെ അരികിൽ ചേർന്നിരുന്നു. കൃഷ്ണന്റെ ദൈവിക സാമീപ്യത്തിൽ ഇരാവാൻ എല്ലാം മറന്നു. സരസ്വതീ തീരത്തെ നേർത്ത കാറ്റ് അവൻ്റെ ഇരാവാന്റെ നിലാവു നിറഞ്ഞ മുഖത്തിനെ കൂടുതൽ സുന്ദരമാക്കി. കൃഷ്ണൻ പറഞ്ഞു, ഇരാവാനെ, ധർമ്മത്തിനായി ജനിച്ചവരിൽ ചിലർ യുദ്ധം ചെയ്ത് ജയിച്ച് കീർത്തി നേടും. പക്ഷേ ധർമ്മം നിലനിൽക്കാൻ ചിലർ തൻ്റെ പ്രാണൻ ത്യജിച്ച് കീർത്തി നേടും. ഈ യാഗം ധർമ്മവിജയത്തിനുള്ളതാണ്. ധർമ്മം പുലരണമെങ്കിൽ പാണ്ഡവർ ജയിക്കണം. പാണ്ഡവർ ജയിക്കണമെങ്കിൽ കാളിക്ക് ഒരു പാണ്ഡവ വീരനെ ബലിയായി കാളിക്ക് നൽകണം. 36 ഗുണങ്ങളുള്ള വില്ലാളി വീരനായ അർജുനപുത്രനായ നിനക്ക് അതിനാവുമോ? ഇരാവാനെ, നിനക്കുള്ളിൽ നാഗരക്തത്തിൻ്റെ ശക്തിയുണ്ട്, അർജുനന്റെ ധൈര്യമുണ്ട്, പാണ്ഡവരുടെ പ്രതിജ്ഞയോടുള്ള വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇതിനായി വിളിക്കുന്നത്. ഇരാവൻ മൗനമായി തലകുനിച്ചു. കൃഷ്ണൻ അവൻ്റെ തോളിൽ പിടിച്ച് സ്വരം മൃദുവാക്കി. ഇരാവാനെ, ഈ ബലിയിൽ നീ മരിക്കുന്നില്ല, നീ ധർമ്മത്തിൽ ലയിക്കുന്നു. നിന്റെ രക്തം ഒഴുകുമ്പോൾ കാളി പ്രീതിയാവും, പാണ്ഡവർക്ക് വിജയം ഉറപ്പാകും. നിന്റെ ആത്മാവ് യുദ്ധഭൂമിയെ ചുറ്റി അദൃശ്യ രക്ഷാകവചമാവും. മഹാഭാരത യുദ്ധത്തിൻ്റെ വിജയശില്പി നീയാകും. ഇരാവാൻ കൃഷ്ണന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഭഗവാനെ, ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ ഹൃദയം പാണ്ഡവ വീര്യം കൊണ്ട് നിറയുന്നു. ഞാൻ അർജുനപുത്രനാണ്. ഞാൻ ധർമ്മിഷ്ഠനായ ഉലൂപിയുടെ പുത്രനാണ്. ഞാൻ പിതാവിന് വേണ്ടിയും ധർമ്മത്തിനു വേണ്ടിയും പാണ്ഡവ വംശത്തിന് വേണ്ടിയും ഭഗവാന് വേണ്ടിയും ജീവൻ നൽകും. പക്ഷേ എനിക്ക് ഒരപേക്ഷ. ഞാൻ ചെറുപ്പമാണ്. എൻ്റെ വിവാഹം വധുവിനൊപ്പമുള്ള ഒരു ദിനം എനിക്കായി അനുവദിക്കണം. ഭഗവാൻ അതിന് കഴിയുമോ? മരിക്കുന്നതിന് മുമ്പ് എനിക്ക് വിവാഹിതനാവണം. കൃഷ്ണൻ ചിരിച്ചു പറഞ്ഞു, അത് ലഭിക്കും ഇരാവാനെ. സരസ്വതീ തീരത്തെ ഒരു സുന്ദരിയെ, ഒരു മോഹിനിയെ നിനക്ക് വധുവായി ലഭിക്കും. ഈ രാത്രി നീ കാണുന്നത് ഭൂമിയിലെ അവസാന സൂര്യോദയമല്ല, അത് നിന്റെ ആത്മാവിൻ്റെ ഉദയമാണ്. പാണ്ഡവ മുഖങ്ങളിലെ ആശങ്കകൾ ഒഴിഞ്ഞു. ഉപപാണ്ഡവരും സേനാനായകരും ഇരാവാന് വധുവിനെ കണ്ടുപിടിക്കുവാൻ സരസ്വതീ നദിക്കപ്പുറം രാജശിബിരങ്ങളിലേക്കും ഹസ്തിനപുരി വഴികളിലേക്കുമൊക്കെ ഓടി. കൃഷ്ണ വാത്സല്യത്തിലും വാക്കുകളിലും അടിമപ്പെട്ടുപോയ ഇരാവാൻ പാണ്ഡവ പടകുടീരത്തിൽ തനിക്കായി ഒരുങ്ങുന്ന കതിർമണ്ഡപത്തിനരികിൽ തൻ്റെ വധുവിനായി
തൻ്റെ മോഹിനിക്കായി കാത്ത് ഒരു മായാവലയത്തിൽപ്പെട്ടതുപോലെ ഇരുന്നു. കേവലം ഒരു രാത്രിയുടെ വൈവാഹിക ജീവിതവും പ്രഭാതത്തിലെ വൈധവ്യവും അണിഞ്ഞ് ജീവിതത്തിൻ്റെ നിറങ്ങൾ ഉപേക്ഷിച്ച് വിധവകളായി കഴിയുവാൻ, ഇരാവൻ്റെ വധുവാകുവാൻ രാജശിബിരത്തിലും ഹസ്തിനപുരിയിലും കുമാരിമാർ വിസമ്മതിച്ചു. ഒരു രാത്രി കഴിഞ്ഞാൽ ബലിയർപ്പിക്കപ്പെടുന്ന പുരുഷനെ എങ്ങനെ വിവാഹം കഴിക്കും? മരണത്തിൻ്റെ നിഴലുള്ള ആ ബന്ധം ആരും സ്വീകരിച്ചില്ല. ചിലർ ഭയപ്പെട്ടു, ചിലർ കരുണയോടെ കണ്ണുനീർ പൊഴിച്ചു കടന്നു. മരണത്തിനു മുമ്പ് അനുഭവസുന്ദരമായ നിമിഷങ്ങൾ കൊതിച്ച ഇരാവൻ നിശബ്ദനായി. ഇരാവ, നീ ബലിയർപ്പിക്കാൻ ജനിച്ചവൻ, പക്ഷേ സ്നേഹവും നീ അനുഭവിക്കണം. കാലം നിനക്കായി ആ സ്നേഹം എന്നിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. കൃഷ്ണവാക്കുകൾ ഇരാവന്റെ കാതിൽ മുഴങ്ങി. സരസ്വതി നദിയിൽ ഒരു ചെറുകാറ്റ് രൂപപ്പെട്ടു. ആ കാറ്റ് നദിയുടെ ആഴങ്ങളിൽ നിന്ന് കോരിയെടുത്ത തണുത്ത മഞ്ഞായി പാണ്ഡവ പടകുടീരങ്ങൾക്ക് മേലെ തങ്ങി നിന്നു. അണയാൻ പോകുന്ന പകൽ ആകാശക്കാഴ്ചകളിൽ വിസ്മയങ്ങളായ നിറക്കൂട്ടുകൾ ഉണ്ടാക്കി. കാമ്മിക വനത്തിലെ പാരിജാതങ്ങൾ കാലവും സമയവും തെറ്റി പൂത്തുവിടർന്നു. ഇരുളും വെളിച്ചവും ചേർന്ന മായക്കാഴ്ചകളിൽ യുദ്ധം മറന്ന് കുരുക്ഷേത്ര ഭൂമി അണിഞ്ഞൊരുങ്ങി. പാഞ്ചജന്യത്തിൻ്റെ അസാധാരണമായ ശംഖുലി പ്രണയഗീതം പോലെ അലയടിച്ചു. യാഗശാലയ്ക്കരികിൽ ഇരാവാനു വേണ്ടി ഒരുക്കിയ കതിർമണ്ഡപത്തിലേക്ക് വരണമാല്യവുമായി എത്തുന്ന സുന്ദരിയെ കൗതുകത്തോടും അത്ഭുതത്തോടും അസൂയയോടും കൂടി രാജമുഖങ്ങൾ നോക്കി നിന്നു. ഇരാവാന്റെ വധു ആരായിരിക്കും? ആരാണവൾ? ഉള്ളും ഉടലും മോഹിനിയായി മാറിയ കൃഷ്ണനാണ് മുന്നിലെന്നറിയാതെ ഇരാവൻ അമ്പരപ്പോടെ തൻ്റെ പാതിയാകാൻ പോകുന്നവളെ പ്രേമപൂർവം നോക്കി. കൃഷ്ണൻ പൗരുഷവും ദൈവീകതയും വെടിഞ്ഞ് പൂർണ്ണമായും സ്ത്രീയായി മാറുന്ന മുഹൂർത്തം. ഇരാവിനു വേണ്ടിയുള്ള കൃഷ്ണന്റെ മോഹിനി വേഷം. നിയതിയുടെ തീരുമാനം അതായിരുന്നു. പൂർണ്ണനായ പുരുഷൻ സ്ത്രീയായി മാറുന്ന മായിക കാഴ്ച. പാണ്ഡവരുടെയും ഋഷികളുടെയും വീരരാജാക്കന്മാരുടെയും മത്സ്യംബായിൻ്റെയും ഈശ്വരന്മാരുടെയും സാന്നിധ്യത്തിൽ ഇരാവൻ മോഹിനിയെ താലിചാർത്തി. മനുഷ്യനും ദൈവസങ്കല്പവും തമ്മിലുള്ള പ്രണയം ആരംഭിക്കുകയായിരുന്നു. കുരുക്ഷേത്ര ഭൂമിക്ക് മേലെ ആകാശം വർണ്ണാഭമായ നക്ഷത്രക്കാഴ്ചകൾ ഒരുക്കി. നാളും ദിനങ്ങളും തെറ്റി വിരിഞ്ഞ ചൈത്ര പൗർണമി സരസ്വതിയിൽ നിഴൽ ചിത്രങ്ങൾ വരച്ചു. സ്വർഗകവാടം തുറന്ന് ഋതുക്കൾ കാമ്മിക വനത്തിൽ വസന്തം നിറച്ചു. കൂടുവിട്ടുണർന്ന രാപ്പക്ഷികൾ ആ ഇരുട്ടിൻ്റെ രഹസ്യങ്ങൾക്ക് മേലെ സംഗീതം പൊഴിച്ചു. നിലാവു തീർത്ത വഴിയിലൂടെ സരസ്വതിയുടെ തീരത്തേക്ക് അവർ നടന്നു. വിശ്വശക്തിയുടെ മായിക പരിവർത്തനത്തിൽ മഹാവീരനായ ഇരാവൻ അലിഞ്ഞുപോയി. പൂത്തുനിന്ന ചെമ്പകച്ചോട്ടിൽ മോഹിനിയുടെ കൈപിടിച്ച് ഇരാവൻ ഇരുന്നു. മോഹിനി, നാളെ പുലരിയിൽ സരസ്വതിയുടെ തെളിമയിൽ എൻ്റെ രക്തം പടർന്നൊഴുകും. അതിനു മുമ്പേ കാലം നമുക്കായി സുഗന്ധം പരത്തി നിൽക്കുന്ന ഈ രാവിൽ മരണത്തിനു മുമ്പ് എനിക്ക് ജീവൻ നൽകൂ. ഇരാവ സംഗീതം പോലെ അനശ്വരമാണ് നിന്റെ പ്രണയം. അതെന്നിൽ ജീവിക്കും. നിന്നിൽ ഞാൻ പകർന്നു നൽകിയ ഈശ്വര ചൈതന്യം ഋതു ചലനങ്ങൾക്കപ്പുറം നിന്നിൽ നിലനിൽക്കും. ചൈത്രമാസത്തിലെ മഹാപൗർണമിയുടെ
പിറവിയിൽ നിന്റെ പ്രണയത്തിൽ അലിയാൻ മോഹിനിയായി നിന്നരികിൽ ഞാൻ എത്തും. നീ എന്നിൽ, എൻ്റെ ഹൃദയത്തിൽ വീണ്ടും താലി ചാർത്തും. വസന്തം നിറഞ്ഞ രാത്രി വീണ്ടും പുനർജനിക്കും. രാത്രിയുടെ താളത്തിൽ ചെമ്പകമരങ്ങൾ വീണ്ടും വീണ്ടും പൂത്തുലഞ്ഞു. ഇരാവാനും മോഹിനിയും ചൈത്ര പൗർണമിയുടെ നിലാവിൽ പൂത്ത ചെമ്പകമരങ്ങളായി മാറി. ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് ഉള്ള ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. Ooh.